ഹായ് ഫ്രണ്ട്സ്, സ്പൈഡർമാൻ യൂണിവേഴ്സിലെ ഏറ്റവും മികച്ച 2-3 ചിത്രങ്ങൾ എടുത്താൽ അതിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഏറ്റവും പുതിയ എഡിഷനായ ബ്രാൻഡ് ന്യൂ ഡേ. മുൻപുള്ള ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ലോകത്തുള്ള എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് പീറ്റർ പാർക്കർ മാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്പൈഡർമാൻ ആരാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. നാടിനെ വിറപ്പിക്കുന്ന വില്ലന്മാർക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടത്തിനിടയിലും പഴയ കൂട്ടുകാരെ മറക്കാൻ പീറ്ററിന് കഴിയുന്നില്ല. അതിനൊപ്പം തന്റെയുള്ളിലെ അതിമാനുഷികതയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പീറ്റർ തിരിച്ചറിയുന്നു. ഒരു ഘട്ടത്തിൽ പഴയൊരു ഹൊറർ ചിത്രത്തിന്റെ ദിശയിലേക്കാണോ ഈ പടത്തിന്റെ സഞ്ചാരമെന്ന് തോന്നിപ്പിച്ചിരുന്നു. ഒരു മനുഷ്യൻ ചിലന്തിയായി മാറുന്നതായിരുന്നു അതിലെ ഇതിവൃത്തം. ഭാഗ്യത്തിനതുണ്ടായില്ല. എന്നെ ഞെട്ടിച്ചത് ഇതിലെ പ്രതിനായക കഥാപാത്രമാണ്. മനുഷ്യരുടെ മനസ്സിന്റെ നിയന്ത്രണം വരെ ഏറ്റെടുക്കാൻ തക്ക കെൽപ്പുള്ള വളരെ ശക്തമായ ഒരു കഥാപാത്രം. അതാരാണെന്ന് ചിത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും ആ പേര് പറഞ്ഞ സമയം തിയേറ്ററിൽ അധികം കയ്യടികളൊന്നും കേട്ടില്ല. പുതിയ തലമുറയിലെ ആരാധകരായിരുന്നു ഭൂരിഭാഗവും. അവഞ്ചേഴ്സിൽ ചെറിയ റെഫറൻസുകൾക്ക് പോലും കയ്യടിച്ചിരുന്ന അവർ ഈ പേര് കേട്ടിട്ടും എന്തുകൊണ്ട് കയ്യടിച്ചില്ല എന്നത് അതിശയിപ്പിച്ചു. എന്നാൽ ആ കഥാപാത്രം ആരാണെന്നും അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും പഴയ മാർവൽ ആരാധകർക്ക് തീർച്ചയായും അറിയാം. ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇനി അങ്ങോട്ടുള്ള ഭാവി തന്നെ തീരുമാനിക്കപ്പെടുന്നത് ഒരുപക്ഷേ ഈ കഥാപാത്രത്തിലൂടെയാവും. ചിത്രത്തിലെ നായകൻ ടോം ഹോളണ്ട് സ്പൈഡർമാൻ എന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നായി ഉൾക്കൊണ്ടത് ഈ ചിത്രത്തിലാണെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള സ്പൈഡർമാൻ ചിത്രങ്ങളുടെ കണക്കെടുത്താൽ ഇത് മുകളിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞതും. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും മികച്ചതായിരുന്നു. ആക്ഷൻ കിങ് ജാക്കി ചാന്റെ ഉടമസ്ഥതയിലുള്ള ജെയ്സി ഗ്രൂപ്പാണ് ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചിത്രമാണ് ബ്രാൻഡ് ന്യൂ ഡേ. കണ്ടവർ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയും. മറ്റൊരു നല്ല ചിത്രവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.